ഇന്ന് ഇന്ത്യൻ മാർക്കറ്റ് 0.67% ഉയർന്ന് 24,286 ക്ലോസിംഗ് നൽകി. മാർക്കറ്റ് റെക്കോർഡ് ഹൈയിലാണ് ഇന്ന് ക്ലോസിംഗ് നൽകിയത്. ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ്, അദാനി പോർട്ട്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ഗെയിനറായി പ്രവർത്തിച്ചപ്പോൾ TCS, ടൈറ്റാൻ, റിലയൻസ് ഇൻഡസ്ട്രീസ് തുടങ്ങിയ സ്റ്റോക്കുകൾ ടോപ്പ് ലൂസർ അല്ലെങ്കിൽ ലോസ് സൈഡിലായിരുന്നു. മിഡ് ക്യാപ് ഇൻഡെക്സ് 0.8%, സ്മാൾ ക്യാപ് ഇൻഡെക്സ് 0.86% ഉയർന്ന് പുതിയ റെക്കോർഡ് ഹൈയിലേക്ക് എത്തുകയും ചെയ്തു. HDFC ബാങ്ക്, ഫെഡറൽ ബാങ്ക്, JSW സ്റ്റീൽ, HDFC അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി, ICICI ലൊംബാർഡ് ജനറൽ ഇൻഷുറൻസ്, പെർസിസ്റ്റന്റ് സിസ്റ്റം, സൊമാറ്റോ തുടങ്ങിയ സ്റ്റോക്കുകൾ 52 വീക്ക് ഹൈയിലേക്കെത്തി. ഇന്ത്യയുടെ മാക്രോ സ്റ്റെബിലിറ്റിയും ഫ്യൂച്ചർ ഗ്രോത്ത് പ്രോസ്പെക്ടസിൻ്റെയും പശ്ചാത്തലത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സൈഡിൽ നിന്നും ഇന്ത്യൻ മാർക്കറ്റിൽ ബൈയിങ് മൊമെൻറ്റം വരികയും മാർക്കറ്റ് ഓരോ ദിവസവും പുതിയ ഹൈയിലേക്ക് ഉയരുകയും ചെയ്യുന്നത്. ആദ്യം തന്നെ മാർക്കറ്റിൽ വന്ന ഈ ബുൾ റാലിക്ക് പിന്നിലെ ചില കാരണങ്ങൾ മനസ്സിലാക്കാം. ഒന്നാമത്തേത് പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസ്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഏഷ്യൻ ഇൻഡെക്സും ജപ്പാൻ്റെ ഇൻഡെക്സുമായ നിക്കി 225 1.25% ഉയർന്നു. യൂറോപ്യൻ ഇൻഡെക്സായ CACയിൽ 1.5% ഹൈക്ക് കാണാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ ജെറോം പവലിൻ്റെ ഡോവിഷ് കമൻട്രിയുടെ പശ്ചാത്തലത്തിൽ അല്ലെങ്കിൽ ഡോവിഷ് കമൻട്രിയിൽ സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് വരുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇതിൻ്റെ ഇമ്പാക്റ്റും ഗ്ലോബൽ മാർക്കറ്റിൽ പ്രകടമായിരുന്നു. ഇന്ത്യൻ മാർക്കറ്റിനെ ഹയർ സൈഡിലേക്ക് നീങ്ങിയതിൽ പ്രധാന പങ്ക് വഹിച്ചത് ബാങ്കിംഗ് സെക്ടർ ആൻഡ് ഫിനാൻസ് സെക്ടറിലെ സ്റ്റോക്കുകളാണ്. HDFC ബാങ്ക്, ICICI ബാങ്ക്, ആക്സിസ്, കൊട്ടക് മഹീന്ദ്ര ബാങ്ക്, SBI തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് ടോപ്പ് ഗെയിനർ കാറ്റഗറിയിലായിരുന്നു. അതോടൊപ്പം തന്നെ HDFC ബാങ്കുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റുകൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിരുന്നു. HDFC ബാങ്കിൽ MSI എമർജിംഗ് ഇൻഡെക്സ് വഴിയുള്ള ഫണ്ട് ഇൻഫ്ലോ വരാൻ പോവുകയാണ്. ഏകദേശം $3.2 ബില്യൺ മുതൽ $4 ബില്യൺ ഫണ്ട് ഇൻഫ്ലോ HDFC ബാങ്കിലേക്ക് എത്തുമെന്നാണ് നവൂമ എന്ന ബ്രോക്കേജ് ഏജൻസിയുടെ റിസർച്ച് റിപ്പോർട്ടിൽ പറയുകയും ചെയ്യുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ ഇന്ന് HDFC ബാങ്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചു. എൻ്റയർ ബാങ്കിംഗ് സെക്ടറിലെ സ്റ്റോക്കുകളെല്ലാം അട്രാക്റ്റീവ് വാല്യൂഷനിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ ബാങ്കുകളുടെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് 12 വർഷത്തെ ഏറ്റവും താഴ്ന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഇതൊക്കെ ബാങ്കിംഗ് സെക്ടറിനും ഇൻഡെക്സിനും അനുകൂലമായ ന്യൂസാണ് ജനറേറ്റ് ചെയ്യുന്നത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിന് നൽകുന്ന സപ്പോർട്ട് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ്. ഏകദേശം 2037 കോടിയുടെ ബൈയിങ് ആണ് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ഇന്ന് നടത്തിയത്. ഒരു മാസം കൊണ്ട് 28,633 കോടിയുടെ ബൈയിങ് നടത്തി. ഇന്ന് മാർക്കറ്റിൽ റാലി വന്നതിന് പിന്നിലെ മറ്റൊരു കാരണം ഫെഡിൻ്റെ റേറ്റ് കട്ട് പ്രതീക്ഷ തന്നെയാണ്. ഇവിടെ പേഴ്സണൽ കൺസപ്ഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പോലുള്ള ഡേറ്റകൾ ഇൻഫ്ലേഷൻ്റെ ഗ്രോത്തിനെ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഫെഡ് സെപ്റ്റംബർ മാസത്തിൽ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്താൻ സാധ്യതയുണ്ട്. ഇത് പല സ്റ്റോക്കുകളിലും പ്രതിഫലിച്ചു തുടങ്ങി. മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം 24,400 ഒരു പ്രധാന റെസിസ്റ്റൻസായി തുടരും. ഈ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ 24,500, 24,700 തുടങ്ങിയ ലെവലുകളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതേസമയം 24,000 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.